ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി സ്ട്രിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് യൂണിറ്റ് 4 ബിഹൈൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന പാഠത്തിന്റെ പാർട്ട് 1 ഷോർട്ട് നോട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് അതിന്റെ പാർട്ട് 2 ഷോർട്ട് നോട്ടാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്താണ് ബോൺസ്, കാർട്ടിലേജ്, ഡൈവേഴ്സിറ്റി ഇൻ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ ഒരു ചിത്രം കാണാല്ലേ? ഈ ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ട്? ഒരു ബോയ് ഉണ്ട്, മസിൽ ഉണ്ട്, ബോൺ ഉണ്ട്, കാർട്ടിലേജ് ഉണ്ട്. നമ്മൾ നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ഡിഫറെന്റ് ഓർഗാനിസത്തിൽ അതിൽ അവരെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടുകളെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? അതായത് അവരെ ചലിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളെ കുറിച്ചായിരുന്നു പഠിച്ചത്. അപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഹ്യൂമൻ ബീങ്സിൽ, അതായത് മനുഷ്യരിൽ എന്തുണ്ട്? മസിൽസ് ഉണ്ട് അല്ലേ? ഈ മസിൽസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബോണുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കാർട്ടിലേജ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇൻ ഹ്യൂമൻ ബീങ്സ് മസിൽസ് ആർ ഐദർ കണക്റ്റഡ് ടു ബോൺസ് ഓർ കാർട്ടിലേജ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ കൊണ്ടാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് ആൻഡ് ലോക്കോമോഷനും ഹെൽപ്പ് ആവുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ബോൺ, എന്താണ് കാർട്ടിലേജ് എന്ന് നമുക്ക് മനസ്സിലാവണ്ടേ? അതെ, നമുക്ക് നോക്കാം. ബോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് 18% ഓഫ് ദ ഹ്യൂമൻ ബോഡി വെയ്റ്റ്. നമ്മുടെ മനുഷ്യരുടെ ബോഡി വെയ്റ്റ് അല്ലേ, തൂക്കമുണ്ട്. അപ്പോൾ അതിൽ 18% എന്താണ്? ഈ ബോൺസിൻ്റെ ആ ഒരു വെയ്റ്റ് ആണ് വരുന്നത്, എല്ലുകളുടെ വെയ്റ്റ് ആണ് വരുന്നത്. പെരിയോസ്റ്റിയം എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ വിച്ച് കവേഴ്സ് ബോൺ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ലെങ്സിനെ കവർ ചെയ്യുന്ന പ്ലൂറ എന്ന് പറയുന്ന മെംബ്രെയിൻ ഉണ്ട്. അതേപോലെ ഹേർട്ടിൻ്റെ കേസിലാണെങ്കിൽ ഹേർട്ടിനെ കവർ ചെയ്യുന്ന ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ പെരികാർഡിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബോൺസിനെ അല്ലെങ്കിൽ എല്ലുകളെയും ഒരു മെംബ്രെയിൻ കവർ ചെയ്യുന്നുണ്ട്. ആ മെംബ്രെയിനെ പറയുന്ന പേരാണ് പെരിയോസ്റ്റിയം. പെരിയോസ്റ്റിയം. ഇനി ബ്ലഡ് വെസൽസ്, നെർവ്സ്, ലിംഫ് വെസൽസ് ആർ ഫൗണ്ട് ഇൻ ബോൺസ്. ഈ എല്ലുകളിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? രക്തക്കുഴലുകളുണ്ട്, ബ്ലഡ് വെസൽസ് കാണാൻ പറ്റും, നെർവ്സ് കാണാൻ പറ്റും, ലിംഫ് വെസൽസ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ബോണിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ടു ബോൺ, അതായത് കൊളാജൻ, പ്രോട്ടീൻ, ഫോസ്ഫേറ്റ്, കാൽഷ്യം, സാൾട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ എല്ലുകൾക്ക് നല്ല ഉറപ്പ് നൽകുന്നത്, അല്ലെ ശക്തി നൽകുന്നതെന്നൊക്കെ പറയാം അല്ലേ? ഹാർഡ്നെസ് നൽകുന്നതും അതേപോലെ സ്ട്രെങ്ത് നൽകുന്നതും ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൊളാജൻ പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ്, ഫോസ്ഫേറ്റ് ഉള്ളത് കൊണ്ടാണ്, കാൽഷ്യം ഉള്ളത് കൊണ്ടാണ്, സാൾട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ കേൾക്കാറുണ്ട് ഈ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടാണ് എല്ല് തേയ്മാനമൊക്കെ വരും എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പോൾ അത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ നമ്മുടെ ബോൺസിന് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കാൽഷ്യവും ഫോസ്ഫേറ്റും സാൾട്ടും കൊളാജൻ പ്രോട്ടീനും ഒക്കെ ആണ്. അപ്പോൾ അത് എന്താണ്? അതിൻ്റെ സഫിഷ്യൻ്റ് എമൗണ്ടിൽ നമ്മുടെ ബോൺസിൽ വേണം, എങ്കിൽ മാത്രമേ നമ്മുടെ ബോണിനൊക്കെ എന്തുണ്ടാവുള്ളൂ? ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും ഉണ്ടാവുള്ളൂ. ഇനി ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ്. അപ്പോൾ ഇതൊരു സെല്ലിൻ്റെ പേരാണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ഡെപ്പോസിറ്റ് മിനറൽസ് ഇൻ ദ ബോൺ, മേക്ക് ബോൺ സ്ട്രോങ്, പ്രൊവൈഡ് ഗ്രോത്ത് ആൻഡ് റിപ്പയർ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഡെപ്പോസിറ്റ് മിനറൽസ് ഇൻ ദ ബോൺ, നമ്മുടെ എല്ലുകളിൽ മിനറൽസിന് അവരെന്താക്കും? ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ? അതേപോലെ നമ്മുടെ ബോണിനെ, എല്ലുകളെ സ്ട്രോങ് ആക്കി മാറ്റുകയും നമ്മുടെ എല്ലുകളുടെ ഗ്രോത്തിനെയും റിപ്പയറിനെയും ആര് സഹായിക്കുന്നുണ്ട്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ഉണ്ട്. അപ്പം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ ബോൺസിന് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, കൊളാജൻ, പ്രോട്ടീൻ, ഫോസ്ഫേറ്റ്, കാൽഷ്യം ആൻഡ് സാൾട്ട് ഉള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മുടെ ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസിൻ്റെ ഫങ്ഷൻ എന്തെന്ന് ചോദിച്ചാൽ, ഡെപ്പോസിറ്റ് മിനറൽസ് ഇൻ ദ ബോൺ, മേക്ക് ബോൺ സ്ട്രോങ് ആൻഡ് പ്രൊവൈഡ് ഗ്രോത്ത് ആൻഡ് റിപ്പയർ. അപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനം എന്താണ്, അത് ഏത് രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നത് എന്നതുകൂടി നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഫങ്ഷൻ ഓഫ് ബോൺ അല്ലേ? ബോണിൻ്റെ ഫങ്ഷൻ എന്താണ്?
പ്രൊവൈഡ് സ്ട്രക്ചർ, സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ബോഡി. അതായത് നമ്മുടെ ശരീരത്തിന് ഒരു സ്ട്രക്ചർ നൽകുന്നത്, ഒരു ശരീരഘടന നൽകുന്നത്, സപ്പോർട്ട് നൽകുന്നത്, അതേപോലെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം നൽകുന്നത് ആരാണ്? ഈ ബോൺസ് ആണ് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ബോൺസ് ഇല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് എന്ത് സംഭവിക്കും? അതിന് പെട്ടെന്ന് ഓരോരോ ഡിഫക്ട്സ് വരും അല്ലേ. അപ്പം ഈ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ സംരക്ഷിക്കുന്നത് ഈ ബോൺസ് ഉള്ളത് കൊണ്ടാണ്. ബോൺസ് ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല, സപ്പോർട്ട് ഉണ്ടാവില്ല, അതേപോലെ പ്രൊട്ടക്ഷനും ഉണ്ടാവില്ല. അപ്പം നമ്മളിവിടെ ബോൺസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് കാർട്ടിലേജ് എന്താണെന്ന് നോക്കാം. കണക്റ്റീവ് ടിഷ്യൂ അല്ലേ. ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. സോഫ്റ്റർ ആൻഡ് ഫ്ലെക്സിബിൾ ദാൻ ബോൺസ്. ബോൺസിനെക്കാട്ടിലും സോഫ്റ്റും ആണ്, അതേപോലെ ഫ്ലെക്സിബിളും ആണ് അല്ലേ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കാൻ പറ്റും അല്ലേ. അതാണ് ഫ്ലെക്സിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എവിടെയൊക്കെയാണ് കാർട്ടിലേജസ് കാണുന്നതെന്ന് ചോദിച്ചാൽ എൽബോസിൽ കാണാം, നീസിൽ കാണാം, ആംഗിൾസിൽ കാണാം, ദ ടിപ്പ് ഓഫ് റിബ്സിൽ കാണാം, ബിറ്റ്വീൻ ദ വെർട്ടബ്രേ ഓഫ് ദ വെർട്ടബ്രൽ കോളം, പിന്നെ അറ്റ് ദ ടിപ്പ് ഓഫ് ദ നോസ് ആൻഡ് ഇൻ ദ ട്രക്കിയ. അതായത് നമ്മുടെ മൂക്കിൻ്റെ ടിപ്പിൽ നമുക്ക് ഒന്നിങ്ങനെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എല്ലാണല്ലേ ഉള്ളത്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള എല്ലാണെങ്കിൽ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഒരു ചെവിയിലുള്ള അല്ലെങ്കിൽ മൂക്കിൻ്റെ തുമ്പത്തുള്ള എല്ല് പോലെ നമുക്ക് അങ്ങനെ ഫ്ലെക്സിബിൾ ആണോ? അല്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ട ഒരു കാര്യം ഏതാണ്? നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തുള്ള ആ ഒരു സോഫ്റ്റർ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാർട്ടിലേജ് അല്ലേ, അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയാം. അതാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരേണ്ടത്. ഈ കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ കാർട്ടിലേജ് അറ്റ് ടിപ്പ് ഓഫ് ബോൺസ് റെഡ്യൂസ് ഫ്രിക്ഷൻ ഇൻ ദ ജോയിൻസ്. നമ്മുടെ ഈ ബോണും കണക്ട് ചെയ്യുന്ന ആ ഒരു ജോയിൻസ് ഒക്കെ അല്ലേ, ആ ജോയിൻസിലൊക്കെയാണ് നമുക്ക് ഈ ഒരു കാർട്ടിലേജ് ഒക്കെ കാണാൻ പറ്റുക. അപ്പം ഈ കാർട്ടിലേജ് ഉള്ളത് കൊണ്ട് തന്നെ എന്താക്കും, ജോയിൻസിൻ്റെ ഇടയിലുള്ള ആ ഒരു ഫ്രിക്ഷനെയൊക്കെ അതെന്താക്കും, റെഡ്യൂസ് ചെയ്യും, കുറയ്ക്കും. ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് ആർ ആബ്സെന്റ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോൺസിൽ നെർവ്സ് ഉണ്ട്, ലിംഫ് വെസൽസ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. പക്ഷേ കാർട്ടിലേജിൻ്റെ കേസിൽ ഈ ബ്ലഡ് വെസൽസും നെർവ്സും എന്താണ്, ആബ്സെൻ്റ് ആണ്. അതായത് ഇതിൽ കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ബോൺസിനെ കുറിച്ചും കാർട്ടിലേജിനെ കുറിച്ചും പറഞ്ഞു. അത് നമുക്കൊരു ടേബിൾ രൂപത്തിൽ ഡിഫറൻസസ് പറഞ്ഞ് പഠിച്ച് നമുക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ബോൺ എല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, റിജിഡ് ആണ്, ടഫാണ് ആൻഡ് നോട്ട് ഫ്ലെക്സിബിൾ സ്ട്രക്ചേഴ്സ് ആണ്. അതായത് അതെന്താണ്, കട്ടിയുള്ള വസ്തുവാണെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ കാർട്ടിലേജോ ഫ്ലെക്സിബിൾ ആണ് ആൻഡ് ഇലാസ്റ്റിക് സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോൺസിനെക്കാട്ടിലും ഫ്ലെക്സിബിളും ആണ്, സോഫ്റ്റും ആണ് അല്ലേ. നമുക്കിതാ മൂക്കിൻ്റെ തുമ്പത്തുള്ള ആ ഒരു കണക്റ്റീവ് ടിഷ്യൂ അതെന്താക്കാൻ പറ്റും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കളിക്കാൻ പറ്റും അല്ലേ. അപ്പം അതാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഇനി ബോൺ എന്താണ്, ബോൺസ് ഹാവ് റിച്ച് ഡെപ്പോസിറ്റ് ഓഫ് കാൽഷ്യം അല്ലേ. ബോൺസിൽ അതിൻ്റെ ഹാർഡ്നെസ് ആൻഡ് സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് അല്ലെ സ്ട്രെങ്ത് നൽകാൻ വേണ്ടിയിട്ട് എന്ത് വേണം, കാൽഷ്യം വേണം. സോ നമുക്ക് ബോൺസിൽ വളരെയധികം എന്ത് കാണാൻ പറ്റും, കാൽഷ്യം കാണാൻ പറ്റും. പക്ഷെ കാർട്ടിലേജസിലാണെങ്കിൽ മേ ഓർ മേ നോട്ട് ഹാവ് കാൽഷ്യം ഡെപ്പോസിറ്റ്. ഒന്നെങ്കിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. ഇനി സെൽസ് ആർ നോൺ ആസ് ഓസ്റ്റിയോസൈറ്റ്സ്. അതായത് നമ്മൾ ബോൺസ് ഉണ്ടാക്കിയ സെൽസിനെയാണ് ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് പറയുന്നത്. കാർട്ടിലേജിൻ്റെതോ സെൽസ് ആർ നോൺ ആസ് കോൺഡ്രോസൈറ്റ്സ് ആണ്. അടുത്തത് ബോൺസിൽ ബ്ലഡ് വെസൽസ്, നെർവ്സ് ആൻഡ് ലിംഫ് വെസൽസ് ആർ പ്രസൻറ്റ്. അതായത് ഈ ഒരു 3 കാര്യങ്ങളും ബ്ലഡ് വെസൽസും നെർവ്സും ലിംഫ് വെസൽസും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കാർട്ടിലേജിലാണെങ്കിലോ ഈ ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ എന്താണ്, ആർ ആബ്സെൻ്റ് ആണ്, കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസസ് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കുന്നത് ഹ്യൂമൻ സ്കെൽട്ടനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ സ്കെൽട്ടൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആസ് എ ജനറൽ നോളജ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതും വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഹ്യൂമൻ സ്കെലിട്ടൻ, നമ്മുടെ ഈ ഒരു അസ്ഥികൂടം എന്നൊക്കെ പറയാം, ഇവിടെ ഒരു അസ്ഥികൂടം കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ആക്സിയൽ സ്കെലിട്ടണും വരുന്നുണ്ട്, അപ്പൻഡിക്കുലാർ സ്കെലിട്ടണും വരുന്നുണ്ട്. ആക്സിയൽ സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ബോൺ സീൻ ഇൻ ദ സെൻട്രൽ ആക്സസ് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ബോഡിയുടെ സെൻട്രൽ ആക്സിസ് ഉണ്ട്, അപ്പം അവിടെ കാണുന്ന ആ ഒരു ബോൺസ് ആണ് ഈ ഒരു ആക്സിയൽ സ്കെലിട്ടനിൽ വരിക. അതായത് ഇവിടെ ഈ ഒരു വയലറ്റ് കളറിൽ ഈ ഒരു സ്കെലിറ്റൽ സിസ്റ്റം അസ്ഥികൂടത്തിൽ നിങ്ങൾക്ക് വയലറ്റ് കളറിൽ കാണാൻ പറ്റുന്നില്ലേ, അതാണ് ആക്സിയൽ സ്കെലിട്ടന്റെ ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ സ്കെള്ള് തലയോട്ടി വരുന്നത്, സ്റ്റേണം വരുന്നത്, റിബ്സ് വാരിയല് വരുന്നത്, വെർട്ടബ്രൽ കോളം അല്ലേ. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഏതാണ്, ആക്സിയൽ സ്കെലിട്ടന്റെ ഭാഗമാണ്. ഇനി അപ്പൻഡിക്കുലർ സ്കെലിട്ടൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ബോൺസ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ സെൻട്രൽ ആക്സസ്. അതായത് നമ്മുടെ സെൻട്രൽ ആക്സിസുമായിട്ട് ഇവിടെ വയലറ്റ് കളറിൽ കാണുന്നില്ലേ, അപ്പം അതുമായിട്ട് അറ്റാച്ച് ചെയ്തത് നമ്മൾ പറഞ്ഞു വയലറ്റ് കളറിൽ കാണുന്നത് എന്താണ്, ആക്സിയൽ സ്കെലിട്ടന്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ആ ആക്സിയൽ സ്കെലിട്ടനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഘടിപ്പിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും റോസ് കളർ അല്ലെങ്കിൽ പിങ്ക് കളറിലുള്ളത് കാണാൻ പറ്റും അല്ലേ. കൈകളുണ്ട്, കാലുകളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്, അപ്പൻഡിക്കുലാർ സ്കെലിട്ടന്റെ ഭാഗം. ഒരു കാര്യം ഓർത്താൽ മതി, വയലറ്റ് കളറിൽ കാണുന്നത് ആക്സിയൽ സ്കെലിട്ടന്റെ ഭാഗമാണ്, ഈ ഒരു പിങ്ക് കളറിൽ കാണുന്നത് അപ്പൻഡിക്കുലാർ സ്കെലിട്ടന്റെ ഭാഗമാണ്. അതിൽ വരുന്നതാണ് പെക്ടോറൽ ഗിർഡിൽ, പെൽവിക് ഗിർഡിൽ, ഫോർ ലിംബ് ആൻഡ് ഹൈ ലിംബ് അല്ലേ. നമ്മളെ കാലുകളൊക്കെ വരുന്നത് ഈ ഒരു അപ്പൻഡിക്കുലാർ സ്കെലിട്ടന്റെ ഭാഗമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതായത് ആക്സിയൽ സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് 80 ആണ്, 80 ആണ് അല്ലേ. അപ്പം സ്കെള്ളാണെങ്കിൽ സ്കെള്ളിൽ എത്ര ബോൺസ് വരും എന്ന് ചോദിച്ചാൽ, അല്ലെ എല്ലുകൾ വരും എന്ന് ചോദിച്ചാൽ 29 ആണ്. സ്റ്റേണത്തിൽ 1, റിബ്സ് ആണെങ്കിൽ 24 ബോൺസോട് കൂടിയിട്ടുള്ളതാണ് റിബ്സ് വാരിയല്. വെർട്ടബ്രൽ കോളം 26 ആണ്. ഇനി അപ്പൻഡിക്കുലർ സ്കെലിട്ടന്റെ കേസിൽ നോക്കിയാൽ 126 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് അപ്പൻഡിക്കുലർ സ്കെലിട്ടനിൽ വരുന്നത്. അതിൽ പെക്ടോറൽ ഗിർഡിൽ വരുന്നത് 4 എണ്ണം, പെൽവിക് ഗിർഡിൽ വരുന്നത് 2 എണ്ണം, ഫോർ ലിംബ് എന്ന് വെച്ചാൽ നമ്മളെ കൈകളാണ്, അതിൽ 60 എണ്ണം, ഹൈ ലിംബിൽ കാലുകളാണ്, അതിൽ 60 എണ്ണമാണ് വരുന്നത്. ഇനി നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിൽ ടോട്ടൽ നമ്പർ മൊത്തത്തിൽ എത്ര എല്ലുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 206, അതായത് 206. ഈ ഒരു ആക്സിയൽ സ്കെലിട്ടന്റെ 80ഉം അപ്പൻഡിക്കുലർ സ്കെലിട്ടന്റെ 126ഉം ആഡ് ചെയ്താൽ കൂട്ടിയാൽ നമുക്ക് കിട്ടും 206. അപ്പം അതാണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ള മൊത്തത്തിലുള്ള എല്ലുകളുടെ എണ്ണം. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ചിത്രം കാണാം, നിങ്ങൾക്ക് പരിചയമുള്ള ചിത്രങ്ങളാണ്. ഒന്ന് ഗ്രാസ് ഹോപ്പർ ആണ് അല്ലേ, പച്ചത്തുള്ളനാണ്. ക്രാബ് ഞണ്ടാണ്. ഏർത്ത് വേം മണ്ണിരയാണ് അല്ലേ. അപ്പം ഇതിൻ്റെ ഒക്കെ കേസിൽ ഈ ഒരു സ്കെലിറ്റൽ സിസ്റ്റോ അതൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഡൈവേഴ്സിറ്റി ഇൻ ദ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക്. ഇവിടെ ഈ ഒരു ഡൈവേഴ്സിറ്റി, അതായത് ഈ ഫ്രെയിം വർക്കിന് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ കേസ് പറഞ്ഞു അല്ലേ, ഒരു സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ ഒരു എർത്ത് വേമിൻ്റെ കേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രാബിൻ്റെ കേസ് ആയിരിക്കോട്ടെ, അതിൻ്റെ ഒക്കെ കേസിൽ നമ്മളെപ്പോലെയുള്ള ആ ഒരു സ്കെലിറ്റൽ സിസ്റ്റം ആണോ ഉള്ളത്? അല്ല. അപ്പം ഇതിന് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഹൈഡ്രോസ്കെലിട്ടൺ, എൻഡോസ്കെലിട്ടൺ, എക്സോസ്കെലിട്ടൺ. ഹൈഡ്രോ എന്ന് പറയുന്ന വേർഡ് നമ്മുടെ വാട്ടറുമായിട്ട് ജലമായിട്ട് അല്ലെ വെള്ളമായിട്ട് റിലേറ്റ് ചെയ്തൊരു വേർഡാണ്. എൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉള്ളിൽ എന്നാണ്, ഇൻസൈഡ് എന്നാണ് അർത്ഥം. എക്സോ എന്ന് പറഞ്ഞാൽ എന്താണ്, പുറത്ത് അല്ലേ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പം ഹൈഡ്രോസ്കെലിട്ടൺ എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ആരാണ്, ഒരു എർത്ത് വേമാണ്, മണ്ണിരനെ ഓർക്കാം. എൻഡോസ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മളെയാണ് അല്ലേ, ഹ്യൂമൻ ബീങ്സിനെയാണ്. എക്സോസ്കെലിട്ടൺ എന്ന് കേട്ടാൽ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു ക്രാബിനെ ഓർക്കുക. നമുക്ക് നോക്കാം ഹൈഡ്രോസ്കെലിട്ടൺ. സീൻ ഇൻ എർത്ത് വേം, സ്നെയിൽ, ഹൈഡ്ര. ഇവിടെ എർത്ത് വേമിൻ്റെ ഒരു TH മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പം എർത്ത് വേം ആണത്, സ്നെയിൽ ആൻഡ് ഹൈഡ്ര. അപ്പം എർത്ത് വേമിലും അതേപോലെ സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ച്, ഹൈഡ്ര, ഇതിലൊക്കെയാണ് നമുക്ക് ഈ ഹൈഡ്രോസ്കെലിട്ടൺ
കാണാൻ പറ്റുന്നത്. ഇതിലും കൂടുതൽ ജീവികളുണ്ട്. അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇനി ഫ്ലൂയിഡ് ഫില്ലഡ് ചാമ്പേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ ബോഡി ഓഫ് എർത്ത് വം. അപ്പോൾ ഒരു മണ്ണിരനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിലൊക്കെ എന്തുണ്ടാവും? ഫ്ലൂയിഡ് ഫില്ലഡ് ചാമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം പോലെയുള്ള. അപ്പോൾ അങ്ങനെയൊക്കെ ആ വെള്ളം പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ അടങ്ങിയ ഒരു ചാമ്പേഴ്സ് നമുക്ക് ഇവരുടെ ശരീരത്തിൽ കാണാൻ പറ്റും. വാട്ടർ മെയിൻറ്റെയിൻ ബോഡി സ്ട്രക്ചർ ആൻഡ് ലോക്കോമോഷൻ. അപ്പോൾ ഈ മണ്ണിരയിൽ എന്താണ് അവരുടെ ബോഡി സ്ട്രക്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വാട്ടറാണ്, വെള്ളമാണ് അല്ലേ? അപ്പം നമുക്കറിയാം വെള്ളമുള്ള ഏരിയയിലാണ് അല്ലെ ജലമുള്ള വാട്ടറുള്ള ഏരിയയിലാണ് നമുക്ക് എർത്ത് വേമിനെ കാണാൻ പറ്റുക. അപ്പോൾ അവർ ആ ഒരു വാട്ടറിനെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വാട്ടർ ഉള്ളത് കൊണ്ടാണ് അവർക്ക് എന്താ ആ ഒരു ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ അവരുടെ ആ ശരീരഘടന മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുന്നത്. അതേപോലെ അവർക്ക് ലോക്കോമോഷനും എന്ത് വേണം? വാട്ടർ വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു മെക്കാനിസത്തിന് നമുക്ക് ഹൈഡ്രോസ്കെലിട്ടൻ എന്ന് പറയാം. അടുത്തതാണ് എക്സോസ്കെലിട്ടൻ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു എക്സോസ്കെലിട്ടൻ എന്താണ്? പുറത്ത് കാണുന്നത് അല്ലേ? സീൻ ഇൻ ക്രാബ്സ്, മസിൽസ്, ഓയിസ്റ്റർ. അപ്പം ഈ ഞണ്ടുകളിൽ അതേപോലെ മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലുമ്മക്കായ എന്ന് പറയും ഇങ്ങോട്ടേക്ക്. അപ്പം നിങ്ങളെ എന്താ പറയുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം മസിൽസ് അതേപോലെ ഓയിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുത്തൊക്കെ എടുക്കുന്ന ആ ഒരു ഇതില്ലേ, അതാണ് നമ്മൾ ഓയിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെയാണ് നമുക്ക് എക്സോസ്കെലിട്ടൻ കാണാൻ പറ്റുക. അതായത് ഈ ക്രാബിൻ്റെ പുറമെ എന്താണ്? നല്ല കട്ടിയുള്ള തോടല്ലേ, അതാണ് അതിൻ്റെ എക്സോസ്കെലിട്ടൻ എന്ന് പറയുന്നത്. അതേപോലെ കല്ലുമ്മക്കായ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് ബ്ലാക്ക് കളറിലൊക്കെ കാണുന്ന ആ ഒരു കട്ടിയുള്ള ഇല്ലേ, അതാണ് അതിൻ്റെ എക്സോസ്കെലിട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷെൽസ് ഇൻ ക്രാബ്സ്, മസിൽസ്, ഓയിസ്റ്റർ മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അതായത് ഈ ക്രാബിൻ്റെ അല്ലെങ്കിൽ ഓയിസ്റ്ററിനൊക്കെ ആ ഒരു പുറമേ ഉള്ള തോലില്ലേ, അപ്പോൾ അല്ലെങ്കിൽ തോട് അല്ലേ, ആ തോട് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പം അതേപോലെ ഈ ഒരു എക്സോസ്കെലിട്ടൻ ഇവരിൽ മാത്രമല്ല കാണാം, വേറെ ആരിലൊക്കെ കാണാം? ഗ്രാസ് ഹോപ്പറിൽ, കോക്രോച്ചസ് അല്ലേ, നമ്മളെ പച്ചത്തുള്ളലിലും അതേപോലെ കോക്രോച്ചിലൊക്കെ ഈ ഒരു എക്സോസ്കെലിട്ടൻ കാണാൻ പറ്റും. ഔട്ടർ കവറിങ് ഓഫ് ഗ്രാസ് ഹോപ്പർ ആൻഡ് കോക്രോച്ചസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ അല്ലേ, അവരുടെ ആ ഒരു പുറത്തുള്ള കുറച്ചൊരു കട്ടി പോലെ തോന്നും. ക്രാബിൻ്റെ അത്ര കട്ടിയില്ല, എന്നാലും ഒരു ചെറിയ കട്ടി ഉണ്ടാവും. അപ്പം അതെന്ന് പറയുന്നത് കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ഷെൽസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ടർ കവറിങ് ഉള്ളത് കൊണ്ട് തന്നെ ഹെൽപ്പ് ഇൻ മൂവ്മെൻറ്റ്, ലോക്കോമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി. ഈ എക്സോസ്കെലിട്ടൻ എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇവരുടെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ അവരുടെ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. മസിൽസ്, കല്ലുമ്മക്കായ, ഓയിസ്റ്റേഴ്സ് അല്ലേ, ഇത് നമ്മൾ മുത്തും പവിഴൊക്കെ മുത്തെടുക്കും എന്ന് പറയില്ലേ, അതാണ് ഈ ഓയിസ്റ്റർ എന്ന് പറയുന്നത്. എൻഡോസ്കെലിട്ടൻ, എൻഡോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻസൈഡ് അല്ലേ, ഉള്ളിൽ എന്നാണ്. അപ്പോൾ ഇത് സീൻ ഇൻ ഹ്യൂമാൻ ബീങ്സ് വെർട്ടബ്രേറ്റ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻഡോസ്കെലിട്ടൻ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നമ്മളെ തന്നെയാണ്, ഹ്യൂമാൻ ബീങ്സ് അല്ലേ. നമ്മുടെ ഉള്ളിലാണ് ആ ഒരു സ്കെലിറ്റൽ സിസ്റ്റം ഉള്ളത്, പുറത്ത് തൊലി കൊണ്ട് കവർ ചെയ്തതാണ്. അതേപോലെ വെർട്ടബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് ജീവികളിൽ ടൈഗർ, ലയണ്, റാബിറ്റ്, ഡീറ്, ബിയർ അങ്ങനെ എക്സെട്ര നമുക്ക് പറയാം. അവരിലൊക്കെ എന്താണ്? ഉള്ളിലാണ് അവരുടെ സ്കെലിറ്റൽ സിസ്റ്റം ഉള്ളത്, അതായത് തൊലിൻ്റെ ഉള്ളിലാണ് ഉള്ളതെന്ന്. ഫ്രെയിംവർക്ക് മേഡപ്പ് ഓഫ് കാർട്ടിലേജസ് ആൻഡ് ബോൺസ്. നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ സ്കെലിറ്റൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത്? ബോൺസ് കൊണ്ടും കാർട്ടിലേജ് കൊണ്ടും. ഇതിപ്പോൾ റാബിറ്റിൻ്റെ കേസ് എടുത്തു നോക്കിയാലും ഈ ബോൺസ് കൊണ്ടും കാർട്ടിലേജ് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പം ഈ ഒരു എൻഡോസ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ ബോൺസ് കൊണ്ടും കാർട്ടിലേജ് കൊണ്ടുമാണ് ഉണ്ടാക്കിയത്. പ്രൊവൈഡ് ഷേപ്പ് ടു ബോഡി, പ്രൊട്ടക്ഷൻ ടു ഇന്റേണൽ ഓർഗൻസ്, ഹെൽപ്സ് ഇൻ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. അതായത് എൻഡോസ്കെലിട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക്, ശരീരത്തിന് ഒരു ഷേപ്പ് നൽകുന്നതാണ് അല്ലേ. ഈ ഒരു ബോൺസ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് ഉണ്ടാവില്ല അതിനും. അതേപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, കിഡ്നിക്കും ലങ്സിനും അതേപോലെ എല്ലാ ഇന്റേണൽ ഓർഗൻസിനും ഒരു പ്രൊട്ടക്ഷൻ, സംരക്ഷണം നൽകുന്നത് ആരാണ്? ഈ ഒരു എൻഡോസ്കെലിട്ടൻ ആണ്. ഹെൽപ്സ് ഇൻ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. നമ്മുടെ മൂവ്മെന്റിനും ലോക്കോമോഷനും അല്ലേ, നമ്മുടെ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനും അതേപോലെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനും ആര് സഹായിക്കുന്നുണ്ട്? ഈ ഒരു എൻഡോസ്കെലിട്ടൻ സഹായിക്കുന്നുണ്ട്.
നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഓഫ് ദ ബോഡി. നമ്മൾ പഠിച്ചു ഹൈഡ്രോസ്കെലിറ്റൻ ഉണ്ട്, എക്സോസ്കെലിറ്റൻ ഉണ്ട്, എൻഡോസ്കെലിറ്റൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ 2 എക്സാമ്പിളും ആണ് എഴുതാനുള്ളത്. അപ്പോൾ ഹൈഡ്രോസ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്, വാട്ടർ ഫില്ലഡ് ചാമ്പർ, അതായത് ഒരു ഫ്ലൂയിഡ് ഫില്ലഡ് ചാമ്പർ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾ എർത്ത് വേം പറയാം, അല്ലെങ്കിൽ സ്നെയിൽ പറയാം, ഹൈഡ്ര പറയാം. അടുത്തത് എക്സോസ്കെലിറ്റൻ ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഓർ കൈറ്റിൻ അല്ലേ, അതായത് കാൽഷ്യം കാർബണേറ്റ് ക്രാബിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കൈറ്റിൻ കൊണ്ട് ഗ്രാസ് ഹോപ്പർ കോക്രോച്ചസിൻ്റെ ഒക്കെ കേസിൽ എക്സോസ്കെലിറ്റൻ എന്ന് പറയുന്നത് കൈറ്റിൻ കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, ക്രാബ്, കോക്രോച്ച്, അല്ലെങ്കിൽ മസിൽസ്, അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പർ ഒക്കെ പറയാം. എൻഡോസ്കെലിറ്റൻ ഓഫ് ബോൺ ആൻഡ് കാർട്ടിലേജ് അല്ലേ, നമ്മുടെ കേസിൽ എന്തൊക്കെയാണ്, ബോൺസും കാർട്ടിലേജും ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഹ്യൂമാൻ, റാബിറ്റ്, ടൈഗർ, ലയൺ ഇതൊക്കെ പറയാം അല്ലേ. ഇനി CaCO3 എന്ന് പറഞ്ഞാൽ അത് കാൽഷ്യം കാർബണേറ്റിൻ്റെ കെമിക്കൽ ഫോർമുലയാണ്, ഓർത്തു വെക്കണം, CaCO3. അപ്പം കൂട്ടുകാരെ, നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.